ഇന്നലെ വീണ്ടും ഒരു ദയനീയ തോൽവിയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ചാമ്പ്യൻസ് നേടിയത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല. എന്താണ് സഞ്ജുവിന് തന്നെ സംഭവിച്ചത് എന്നറിയില്ല. ചോദിച്ചു വാങ്ങിയ ദുരന്തം പോലെ ആയിരിക്കുകയാണ്. 6ഉം 7ഉം റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. നന്നായി സഞ്ജു കളിക്കുകയാണ് എന്ന് തോന്നിയ നിമിഷം, ചഹൽ ബൗളിങ്ങിൽ വന്ന നിമിഷം, സഞ്ജുവിൻ്റെ കൈവിട്ടു പോകിയ സംഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നത്. ചഹൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് സഞ്ജുവിനൊന്നും പ്രതികരിക്കാനാകുന്നില്ല. എല്ലാവരും ഇതേ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ സഞ്ജുവിന് എന്ത് സംഭവിക്കുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ കയ്യിൽ നിൽക്കാതെ പോലെ പെരുമാറുകയാണ്. എന്താണ് സഞ്ജുവിന് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേ ഇല്ല. അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. പ്രേക്ഷക പ്രീതിയോടെ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയവും ഇതുതന്നെയാണ്. എന്താണ് സഞ്ജുവിന് സംഭവിക്കുന്നതെന്നുള്ളത്. ആരാധകർ എപ്പോഴും പ്രേക്ഷക പ്രീതിയോടെ നോക്കുന്നതും ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വിഷയമായി തന്നെ ഇത് മാറുന്നുണ്ട്. ചഹൽ വന്നു കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ മുട്ടുവിറയ്ക്കും. എങ്ങനെ പ്രതികരിക്കണമെന്നോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ സഞ്ജുവിന് അറിയാതെ വരും. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു. ചഹലിനെ കണ്ടപ്പോഴേ തന്നെ ഇടയ്ക്ക് വിറയ്ക്കുന്ന നമുക്ക് സഞ്ജുവിനെ കാണാം. ചഹലിൻ്റെ ബൗളിംഗ് നേരിട്ട് അറിയുന്നൊരു വ്യക്തി കൂടിയാണ് സഞ്ജു. എന്നിട്ടും സഞ്ജു എന്തിനാണ് ചഹൽ വന്നപ്പോൾ തന്നെ ഇങ്ങനെ പെരുമാറുന്നത്? ചഹലിൻ്റെതായ പ്രത്യേക ബൗളിംഗ് സ്റ്റൈലുണ്ട്. ആ സ്റ്റൈല് കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ സഞ്ജുവിന് പേടിയാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ പ്രീതിയോടെ തന്നെ മുന്നേറുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ചഹലിനോടൊപ്പമുള്ള സ്നേഹം എപ്പോഴും സഞ്ജു കാണിക്കാറുണ്ട്. പക്ഷെ ഇതെന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? ഒരേ ടീമിൽ നിന്ന് വരുന്നവരാണ്. സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് ചഹൽ. എന്നാൽ ചഹലിനെ കണ്ടതും സഞ്ജുവിന് ആകെ മാറിയിരിക്കുന്നു. അതിനു മുൻപ് തന്നെ സഞ്ജുവിന് താളം തെറ്റുന്നതായി മനസ്സിലായി. ആദ്യത്തെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ സഞ്ജുവിന് കയ്യിൽ നിന്ന് ഏകദേശം കളി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സഞ്ജു ഒരു അക്ഷരം മിണ്ടാതെ നിന്നത്. എന്നാൽ പഞ്ചാബ് കിങ്സ് താരം യുസ്വേന്ദ്ര ചഹലും മലയാളി താരം സഞ്ജു സാംസണും തമ്മിലുള്ള സൗഹൃദം വളരെയധികം പ്രസിദ്ധവുമാണ്. ഇരുവരും തമ്മിലുള്ള റീലുകളും അവർക്കിടയിലെ സംഭാഷണങ്ങളുമെല്ലാം ക്രിക്കറ്റ് ആരാധകരെ കൗതുകം കൊള്ളിക്കാറുണ്ട്. 2022 മുതൽ 2024 വരെയുള്ള കാലയളവിൽ രാജസ്ഥാന് വേണ്ടി ഒരുമിച്ച് കളത്തിലിറങ്ങിയ ചഹലും സഞ്ജുവും ഒരുപാട് താരങ്ങളെ പൂട്ടിയ കഥകളുമുണ്ട്. എന്നാൽ ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് മുൻതൂക്കമെന്നറിയില്ല. സഞ്ജുവിനോ ചഹലിനോ കണക്കുകൾ അതിനുള്ള ഉത്തരം തരും എന്ന് കൃത്യമായി നമുക്ക് പറയാനും സാധിക്കും.